സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന, ആവശ്യങ്ങളുള്ള, നമ്മളെപ്പോലെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത, അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടായിട്ടും രോഗമോ ജീവിതത്തിന്റെ അവസ്ഥയോ ആരോഗ്യാവസ്ഥയോ അതിനേക്ക് അവരെ സമ്മതിക്കാത്ത എല്ലാ മനുഷ്യരെയും ഓർക്കുകയും അവരെ കൂട്ടിച്ചേർത്തിരിക്കുകയും അവരെ വാരി പുണരുകയാണ് രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ ചെയ്യുന്നത്. ഏകദേശം 350ഓളം ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ബാലരാമപുരം കൈത്തറിയാണ് കൊടുക്കുന്നത്. ഓണത്തിന് ജീവിത സാഹചര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാരും നമ്മുടെ നിയമത്തുണ്ടാവരുത്. നമസ്കാരം. നേമം മണ്ഡലത്തിൽ ഇന്നേ വരെ കാണാത്തൊരു ഓണപ്പരിപാടി ഈ വർഷം നടക്കുകയാണ്. ഇപ്പോൾ നേമത്തെ MLA BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ്. എന്തായാലും വളരെ വിപുലമായ, വ്യത്യസ്തമായ ഒരു ഓണപ്പരിപാടിയാണ് നേമം മണ്ഡലത്തിൽ നടക്കുന്നത്. കേരളത്തിലെ ഒരു MLAയും ഇതുവരെ നടത്താത്ത രീതിയിലുള്ള ഒരു ഓണപ്പരിപാടി, അതായത് നേമത്തോണം. ഒരു പരിധിവരെ ഓണാഘോഷം തന്നെയാണ്. ഓണത്തിന്റെ സന്ദേശം തന്നെ എന്താണ്? നമ്മളെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുക. ഓണത്തിനാണ് നമ്മളെ ബന്ധുക്കള്, കൂടപ്പുറപ്പുകള് എന്ത് സങ്കടങ്ങളും എന്ത് പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഒരുമിച്ച് ഒരേ തരത്തിൽ ആഹാരം കഴിക്കുകയും ഒരേ വസ്ത്രങ്ങൾ ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൃദ്ധിയുടെയും അല്ലെങ്കിൽ ഒരു പങ്കുവയ്ക്കലിന്റെയും പ്രതീകമാണല്ലോ ഓണം. എവിടെയും നേമം നിയോജക മണ്ഡലത്തിലെ MLA എന്ന രീതിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേമത്തിലെ സഹായം ആവശ്യമുള്ള, അത് പണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങളിലല്ല, രോഗത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന, നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും വന്ന് നമ്മുടെ മാലിന്യം കൊണ്ടുപോകുന്ന ഹരിതകർമ്മ സേനക്കാര്, അർബുദബാധിതരായിട്ടുള്ള അമ്മമാര്, കൂടപ്പറപ്പുകള്, ഈ നാട്ടിലെ കുട്ടികള്, അവരെല്ലാം ചേർത്ത് പിടിക്കുകയാണ് നേമ നിയോജക മണ്ഡലത്തിലെ നിയമസഭാംഗം എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർജി ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് നേമത്ത് ഇവിടെ കൈമനം ഈ വിനായക ഓഡിറ്റോറിയത്തിൽ അതിന്റെ ഒരു ഫസ്റ്റ് എഡിഷൻ, ഈ പ്രവർത്തനങ്ങളുടെ ഫസ്റ്റ് എഡിഷൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുകയാണ്. അത് സന്നദ്ധ പ്രവർത്തനമാണ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനമാണ്. ഓണം എന്ന് പറയുന്നത് ഒരു പൊലിമ കാണിച്ച് ആഘോഷിച്ചു പോകേണ്ടതല്ല. സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന, ആവശ്യങ്ങളുള്ള, നമ്മളെപ്പോലെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത, അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടായിട്ടും രോഗമോ ജീവിതത്തിന്റെ അവസ്ഥയോ ആരോഗ്യാവസ്ഥയോ അതിനേക്ക് അവരെ സമ്മതിക്കാത്ത എല്ലാ മനുഷ്യരെയും ഓർക്കുകയും അവരെ കൂട്ടിച്ചേർത്തിരിക്കുകയും അവരെ വാരി പുണരുകയാണ് രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഏകദേശം 350ഓളം ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ബാലരാമപുരം കൈത്തറിയാണ് കൊടുക്കുന്നത്. ഓണക്കോടിയാണ് കൊടുക്കുന്നത്, ഒന്നാന്തരം ഓണക്കോടി. അതുപോലെ അർബുദബാധിതരായിട്ടുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്, അവർക്ക് ഈ ഓണം ഉണ്ണാൻ കഴിയുന്ന ഓണക്കിറ്റ്, നല്ല എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നു. അതുപോലെ അവർക്ക് ഇതേപോലെ തന്നെ ഓണക്കോടിയും അവർക്ക് കൊടുക്കുകയാണ്. നല്ല കസവ് കോടി അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം കൈത്തറി കോടിയാണ് ഓണക്കോടിയുടെ ഭാഗമായി അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് മെഡിക്കൽ ബെഡ്, നടക്കാൻ പ്രയാസമുള്ളവർക്ക് വാക്കിംഗ് സ്റ്റിക്ക്, കാഴ്ച പരിമിതി ഉള്ളവർക്ക് വൈറ്റ് സ്റ്റിക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 25 അംഗപരിമിതരായിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽ ചെയർ കൊടുക്കുകയാണ്. നിയമമണ്ഡലത്തിൽ 25 സ്കൂളുകൾക്ക് 10 കായിക ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന സ്പോർട്സ് കിറ്റ് MLA രാജീവ് ചന്ദ്രശേഖർജി കൊടുക്കുകയാണ്. അപ്പോ ഓണാഘോഷം നമ്മൾ വലിയ പൊലിമയിലൂടെ ഡെക്കറേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ വരുന്ന 1000ഓളം വരുന്ന ഗുണഭോക്താക്കൾ നിലവിലുണ്ട് ഈ പറയുന്ന കാറ്റഗറിയിൽ. അവർക്ക് മുഴുവൻ പേർക്കും ഓണത്തിന് ഒരു സമ്മാനം എന്ന രീതിയിൽ അവരുടെ രോഗത്തെ ശമിപ്പിക്കുന്നതോ അവരുടെ അവസ്ഥകളെ സഹായിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉപകരണങ്ങളായി, വസ്ത്രങ്ങളായി, ഭക്ഷണമായി, ഭക്ഷണ കിറ്റായി, അവർക്ക് വീൽ ചെയറായി ഒക്കെ
അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ MLA എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർജി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഈ കാഴ്ചപ്പാട് ഓണത്തിന് ജീവിത സാഹചര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാരും നമ്മുടെ നിയമത്തുണ്ടാവരുത്. അതാണ് ഹൃദയപൂർവ്വം നിയമം എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർജി ഈ നിയമത്തോണം എന്ന് പറയുന്ന ആഘോഷമുണ്ട്. പക്ഷെ ആഘോഷത്തോടൊപ്പം കരയുന്നവരോടൊപ്പം, മുണ്ടുന്നവരോടൊപ്പം, വിഷമിക്കുന്നവരോടൊപ്പം ഒരു തോളായി ചേർന്ന് നിൽക്കുകയാണ് നിയമത്തിന്റെ MLA. ഇത് ഓരോ വാർഡുകളിൽ നിന്ന് കൗൺസിലർമാരാണ് അർഹതപ്പെട്ടവരെ തെരഞ്ഞെടുക്കുന്നത്. ഒരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ നേമം നിയോജക മണ്ഡലത്തിൽ 22 കൗൺസിലർമാർ, നേമം നിയോജക മണ്ഡലത്തിൽ 17 പേർ BJPക്കാരും 5 പേർ കമ്മ്യൂണിസ്റ്റുകളുമാണ്, CPMകാരാണ്. ഈ ബാക്കി മുഴുവൻ പേർക്കും 22 കൗൺസിലർമാർക്കും അത് BJP ആണെന്നോ CPM ആണെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ പേർക്കും അവർ തന്ന ലിസ്റ്റിൽ, കൗൺസിലർമാർ തരുന്ന ലിസ്റ്റിലെ ആളുകൾക്കാണ് ഈ ഗുണഭോക്താക്കൾ എന്ന രീതിയിൽ എല്ലാ പരിഗണനയും കൊടുക്കുന്നത്. അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും BJP MLA എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർജി കലർത്തിയിട്ടില്ല. ഇതൊരു മാതൃകയാണ്. കേരളത്തിലെ ഒരു MLA ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, 140 MLAമാർ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 140 MLAമാരിൽ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേമം MLA മാത്രമാണ് ഓണാഘോഷത്തിനപ്പുറം ഓണക്കാലത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന സന്നദ്ധ സേവന പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ച് നടപ്പാക്കുന്നത്. എന്തായാലും നേമം മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളും ഒത്തുചേരുന്ന ഒരു ഓണപരിപാടിയാണ് നിലവിലിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ 9 മണി മുതൽ ഇവിടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഇപ്പൊ ഇതാ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ, അതായത് നേമം മണ്ഡലത്തിലുള്ള നിർധനരായ ജനങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓണപരിപാടി നിലവിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി പേർ എത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും അർഹതപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് ഈ അത്തം ദിനത്തിൽ നേമം MLA. വലിയ രീതിയിലുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് നടക്കുന്നത്. നിർധനായവർക്ക്, പാവപ്പെട്ടവർക്ക് ഓണക്കിറ്റ് നൽകുന്നു, ഓണക്കോടികൾ നൽകുന്നു. അതുകൂടാതെ നേമം മണ്ഡലത്തിലുള്ള ഓരോ വിദ്യാലയങ്ങൾക്കും സ്പോർട്സ് കിറ്റുകൾ നൽകുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഓണപരിപാടികളാണ് നിലവിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP പ്രവർത്തകരും നേമം മണ്ഡലത്തിലുള്ള ജനങ്ങളും എല്ലാവരും തന്നെ നിലവിലിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന്റെ എല്ലാ മൂടും ഈ ഒരു പരിസരത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പറയാൻ കാരണം ഇതാ ഊഞ്ഞാലടക്കം ഇവിടെ നിലവിലിപ്പോൾ കെട്ടിയിരിക്കുന്നു. നിരവധി ആൾക്കാരാണ് ഈ ഒരു ഓണപരിപാടിയിൽ പങ്കെടുക്കുവാനായി നിലവിലിപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ ഗോപിനാഥ് പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ഒരു MLAയും നടത്താത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ ഓണപരിപാടിയാണ് നേമത്തോണത്ത് നടക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.